അണ്ടർ-23 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ യോഗ്യതാ മത്സരത്തിൽ കളിച്ചു വന്ന MS ശ്രീകുട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ? വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നേരെ ഇന്ത്യ അണ്ടർ-23 ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റിയ 3 കളിയും കളിക്കാൻ പറ്റി. അപ്പോൾ അതിനൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ക്വാളിഫൈ ആയില്ല, ആ ഒരു വിഷയമുണ്ട്. പക്ഷേ നമ്മളുടെ എല്ലാ അണ്ടർ-23 പ്ലേയേഴ്സും നല്ല പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നല്ല പ്രകടനം കളിച്ചു. വളരെ സന്തോഷമാണ്. നമ്മളെ 6 മലയാളികളുണ്ടായി. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന പ്ലേയേഴ്സിന്, ഇന്ത്യക്കകത്തുള്ള പ്ലേയേഴ്സിന് എല്ലാവരും കളിച്ച പ്ലേയേഴ്സാണ്. അപ്പോൾ ഒരുമിച്ച് അവരോട് നിന്ന് എൻജോയ് ചെയ്ത് തന്നെ കളിച്ചു. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നേരെ അറിയാവുന്ന പ്ലേയേഴ്സാണ്. ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള ഒരു വാതിലായിരിക്കും ടൂർണമെൻറ്റ്. അങ്ങനെയും പറയാം. നമ്മൾ ഓരോ കളി കണ്ടായിരിക്കും ഇന്ത്യൻ ടീം വിളിക്കുക, മെയിൻ ടീം വിളിക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഇനി ISL സൂപ്പർ കപ്പ് എന്നുള്ള ടൂർണമെൻറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. എന്നാലേ ഇനി വീണ്ടും മുകളിലോട്ട് എത്താൻ പറ്റും. ISL വീണ്ടും തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി തിരിച്ചു വരും എന്നുള്ളൊരു ഷെഡ്യൂൾ വീണ്ടും ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുന്നു. അതെ, ISL ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കാം. അപ്പോൾ ISL ജനുവരി ആ സമയം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അറിയില്ല. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക, വർക്ക് ചെയ്യുക, കളിയെ റെഡിയായ ഉറപ്പായിട്ടും കളിക്കാൻ റെഡിയാണ്. രാജാജിക്കാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ റോളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ അവരോടുള്ള ഒരു സന്തോഷം എങ്ങനെയാണ്? ഉറപ്പായിട്ടും ഇവരെ എല്ലാവരുടെ സപ്പോർട്ട് കൂടെയുള്ളതാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഇവരുടെ ഏത് കളി കഴിഞ്ഞാലും നാട്ടിൽ ഫ്ലെക്സും ഇതെല്ലാം മിക്ക അവരുടെ ഒരു സന്തോഷമാണ്. അവരെന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. പിള്ളേരും കൂട്ടുകാരും പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരെ എത്താൻ പറ്റിയത്. കൂടുതൽ മലയാളി താരങ്ങൾ ഇപ്രാവശ്യം ഉൾപ്പെട്ടിട്ടുണ്ട്, പല ടീമുകളായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മലയാളികളുടെ ഒരു നല്ല കാലം, പഴയ കാലം തിരിച്ചു വരുന്ന പോലെ ഒരു തോന്നലുണ്ടോ? തീർച്ചയായും നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും കുറേ ടാലൻ്റുള്ള മലയാളി പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വർക്ക് ചെയ്ത് എത്തും. ഇനി ഇന്ത്യൻ ടീമിൽ കുറേ മലയാളികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതേ സന്തോഷമുണ്ട്. നമ്മൾ ചെങ്കൽച്ചുള്ള രാജാജി നഗറിൽ നിന്നും ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജാജി നഗറുകാരുടെ കട്ട സപ്പോർട്ടാണ്. പിന്നെ അവൻ്റെ അച്ഛന് സാധിക്കാൻ പറ്റാത്തത് മകനിലൂടെ അച്ഛൻ നേടിയെടുത്തെന്ന് വേണം പറയാൻ. പിന്നെ അങ്ങേയറ്റം അവൻ്റെ പ്രയത്നം, അവൻ്റെ കാര്യം പറയുമ്പോൾ സങ്കടം വരും. ഇന്ന് രാജാജി നഗറിൽ ഒരുപാട് കുട്ടികളുണ്ട് കഴിവുകളുള്ള, പക്ഷേ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ആരും അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം പിന്നെയും കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പം ശ്രീകുട്ടനെ പോലെ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അവനെ പോലെ ഒരു ഉയരങ്ങളിലെത്തട്ടെ, അവനെ കൊണ്ട് ആർക്കെങ്കിലും അതിനകത്ത് ഒരു നല്ല ഉപകാരം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അവ ഇന്ത്യൻ ടീമിൽ കളിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം. ഇന്ത്യക്ക് വേണ്ടി ഇനി കപ്പടിക്കാൻ മെയിൻ ടീമിൽ പോകാനുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അവൻ അത്രയും വളരട്ടെ, അവൻ്റെ കഴിവിലാണ് അവ ഇതുവരെ എത്തിയിട്ടുള്ളത്. രാജാജി നഗർ കുറച്ചു കാലം മുമ്പ് ഒരു ട്രെൻഡിൻ്റെ ഒപ്പമായിരുന്നു. അത് കഴിഞ്ഞൊരു പുസ്തകം വരുന്നു ചെങ്കൽച്ചുള്ളയിൽ നിന്നുള്ള. അതേപോലെ ഇപ്പോൾ ഒരു ഇന്ത്യൻ ടീമിലേക്ക് ഒരാൾ കൂടി എത്തുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷം. നമ്മുടെ കോളനിയിൽ നിന്ന് ഇങ്ങനെ ലോകം അറിയപ്പെടണം. ഇതുപോലെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അതിൻ്റേതായ ഒരു സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ് അവരൊന്നും പുറത്തു വരാത്തത്. എല്ലാ മേഖലയിലും, ഈ കളിയുടെ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും കഴിവുകളുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും അതിനുള്ളൊരു പ്രോത്സാഹനം കിട്ടാത്തതും അതുകൊണ്ടാണ് അവരാരും ഉയർന്നു വരാത്തത്. ഇതുപോലെ ഒരുപാട് സ്ത്രീകുട്ടന്മാർ ഉയർന്നു വരാനുള്ളൊരു സാഹചര്യം ഉള്ള ഒരു സ്ഥലമാണ്. സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടില്ല, ബൂട്ടുകൾ പോലും സ്വന്തമായിട്ടില്ല. ഓരോരുത്തരും കളിച്ച് മാറി ഉപയോഗിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന താല്പര്യമുള്ള കുട്ടികളുള്ള ഒരു സ്ഥലമാണ് രാജാജി നഗർ. എല്ലാ മേഖലകളിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. ഈ നാടിൻ്റെ ചില അപാകതകൾ വെച്ച് മാത്രം അതിനെ കാണാതെ അവിടെയുള്ള നന്മകളും കൂടി കണ്ട് ഈ ദേശത്തെ എല്ലാവരും അറിയണം. ശ്രീകുട്ടൻ പ്രത്യേകിച്ച് ഇങ്ങനെ വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുണ്ട്. അത്രയേറെ കഷ്ടപ്പാടിൽ നിന്നാണ് വന്നത്. ശ്രീകുട്ടൻ്റെ അച്ഛനായിരുന്നാലും ഇതിനുവേണ്ടി അത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ്റെ പ്രയത്നമാണ് ശ്രീകുട്ടൻ ഇവിടം വരെ എത്തിച്ചത്. എന്തായാലും സന്തോഷം. സീനിയർ ടീമിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ. മലയാളി സാന്നിധ്യം ഇനിയും കൂടുതലായിട്ട് ഇന്ത്യൻ ടീമിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. MS ശ്രീകുട്ടൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള വരവ് ആഘോഷമാക്കുകയാണ് നാട്ടുകാർ.